സ്ട്രെങ്ത് ഉണ്ട്, ചിലർക്ക് സ്റ്റാമിന ഉണ്ട്, ചിലർക്ക് ബാലൻസ് ഉണ്ട്, ചിലർക്ക് കോർഡിനേഷൻ ഉണ്ട്. എന്നാൽ ഇതെല്ലാം ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർക്കൗട്ട് ഉണ്ട്, അതാണ് സർക്യൂട്ട് ട്രെയിനിങ്. സോ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്താണ് സർക്യൂട്ട് ട്രെയിനിങ്, എങ്ങനെയാണ് സർക്യൂട്ട് ട്രെയിനിങ് ചെയ്യണം, എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് ഗുണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്, എന്താണ് അതിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. എനിവേ പ്ലീസ് കീപ് ഡു വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് ഇതുപോലെ ദിവസവും ജിമ്മിൽ മണിക്കൂറുകൾ ചെലവഴിക്കാതെ വെറും 20-30 മിനിറ്റിൽ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ഫാറ്റ് ലോസ്, അത്ലറ്റിക് പെർഫോമൻസ് എല്ലാം ഒരുമിച്ച് മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്. അതാണ് സർക്യൂട്ട് ട്രെയിനിങ്. പക്ഷേ എല്ലാവരും ചെയ്യേണ്ട ട്രെയിനിങ് അല്ല ഇത്. ആരാണ് ചെയ്യേണ്ടത്, ആരാണ് ഒഴിവാക്കേണ്ടത്? ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രീയമായി നമുക്ക് അതിനെപ്പറ്റി ട്രെയിനിങ് എന്നത് 6 മുതൽ 10 വരെ വ്യത്യസ്ത എക്സസൈസുകൾ തുടർച്ചയായി ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് കുറഞ്ഞ വിശ്രമത്തോടെ ചെയ്യുന്നതാണ്. ഒരു സർക്യൂട്ട് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 മിനിറ്റ് റെസ്റ്റ്, വീണ്ടും ശേഷം അതേ സെയിം സർക്യൂട്ട്. സാധാരണയായി 6 മുതൽ 10 വരെ എക്സസൈസ്, 2 മുതൽ 6 വരെ സർക്യൂട്ട്, 20 മുതൽ 40 വരെ സെക്കൻഡ് വർക്കൗട്ട്, 20 മുതൽ 40 സെക്കൻഡ് വരെ റെസ്റ്റ്. ഇതാണ് സർക്യൂട്ട് ട്രെയിനിങ്ങിൻ്റെ ഒരു നോർമൽ രീതി. ഏതൊരു വിഷയത്തിനും ഒരു ഒറിജിൻ ഉണ്ടാവും. ആരാണ് സർക്യൂട്ട് ട്രെയിനിങ് കണ്ടെത്തിയത്? സർക്യൂട്ട് ട്രെയിനിങ് ആദ്യമായി വികസിപ്പിച്ചത് R.E. മോർഗൻ എന്നും G.T. അഡാംസൺ എന്നും പേരുള്ള 2 ഫിസിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചേഴ്സാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്, ഇംഗ്ലണ്ടിലെ 1953 ഇവർ ഈ ട്രെയിനിങ് മെത്തേഡ് അവതരിപ്പിച്ചത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് സമയത്ത് കൂടുതൽ ആളുകളെ ട്രെയിൻ ചെയ്യിക്കുക, സ്ട്രെങ്ത് പ്ലസ് എൻഡ്യൂറൻസ് രണ്ടും ഒരുമിച്ച് മെച്ചപ്പെടുത്തുക. എന്ത് കാരണം കൊണ്ട് നമ്മൾ സർക്യൂട്ട് ട്രെയിനിങ് ചെയ്യണം? നല്ലൊരു ചോദ്യമാണത്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫുൾ ബോഡി കണ്ടീഷനിങ് ആണ്. ഒരു സെക്ഷനിൽ തന്നെ മുഴുവൻ ശരീരവും, അപ്പർ ബോഡിയും ലോവർ ബോഡിയും പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ സ്ട്രെങ്ത് വർദ്ധിക്കും. കാരണം ബോഡി വെയ്റ്റ്, മെഡിസിൻ ബോൾ, ഡംബല്, റെസിസ്റ്റൻറ്റ് ബാൻഡ്, റെസിസ്റ്റൻറ്റ് കേബിള് ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പരിധിവരെ സർക്യൂട്ട് ട്രെയിനിങ് ഫോം ചെയ്തിരിക്കുന്നത്. മസിൽ എൻഡ്യൂറൻസ് കൂടുതൽ നേരം ജോലി ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ സർക്യൂട്ട് ട്രെയിനിങ്ങിലൂടെ മസ്കുലർ എൻഡ്യൂറൻസും ഡെവലപ്പ് ചെയ്യും. കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ്, ഹാർട്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആവും, VO2 മാക്സിമം മെച്ചപ്പെടും. ഏറ്റവും സിമ്പിളായ ഫാറ്റ് ലോസ് മെത്തേഡാണ്. റെസ്റ്റ് കുറവായതിനാൽ കാലറി കൂടുതൽ ബേൺ ചെയ്യും. അത്ലറ്റിക് പെർഫോമൻസ് മെച്ചപ്പെടും. അത്ലറ്റിക്സ് എന്ന് പറയുമ്പോൾ ട്രാക്കിൽ ഇറങ്ങി നിന്ന് ഓടുന്ന ഓട്ടമോ ചാട്ടമോ മാത്രമല്ല. റണ്ണിങ്, ഫുട്ബോള്, അത്ലറ്റിക്സ്, ബാസ്കറ്റ് ബോള്, കബഡി, വോളിബോള് എല്ലാത്തിലും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സർക്യൂട്ട് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും. സയൻറ്റിഫിക് ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. സർക്യൂട്ട് ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്യുന്നത് കൂടാതെ കോർഡിനേഷൻ, ബോഡിയുടെ കൺട്രോൾ, ബാലൻസ്, റിതം ഇവയെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് സർക്യൂട്ട് ട്രെയിനിങ് നമ്മളെ അത്ലറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും. സർക്യൂട്ട് ട്രെയിനിങ്ങിൻ്റെ സയൻറ്റിഫിക് ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. സർക്യൂട്ട് ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെങ്ത്, പവർ, മസ്കുലർ എൻഡ്യൂറൻസ്, കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ്, മൊബിലിറ്റി, ബോഡിയുടെ സ്റ്റെബിലിറ്റി, കോർഡിനേഷൻ, ഫാറ്റ് ലോസ്, വർക്ക് കപ്പാസിറ്റി ഇവയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കോമ്പാക്റ്റ് രൂപമാണ് സർക്യൂട്ട് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ട് ട്രെയിനിങ് കൃത്യമായി എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് വലിയ ഫാക്റ്റാണ്. ഒരു വലിയ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2 അപ്പർ ബോഡി എക്സസൈസുകൾ തുടർച്ചയായി കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. എക്സാമ്പിള് പുഷപ്പ്, സ്ക്വാട്ട്, കോറ്, പുള്ളപ്പ്, ലഞ്ചസ്, ബർഫി ഇങ്ങനെ മസിൽ ഗ്രൂപ്പുകൾ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ ബോഡി, അപ്പർ ബോഡി, ലോവർ ബോഡി, കോറ്, ടോട്ടൽ ബോഡി, അപ്പർ ബോഡി, ലോവർ ബോഡി, കോറ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് സർക്യൂട്ട് ട്രെയിനിങ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സർക്യൂട്ട് ട്രെയിനിങ്ങിൻ്റെ ഒരു വർക്കൗട്ട് റേഷ്യോ ആൻഡ് റെസ്റ്റ് റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കാം. വർക്കൗട്ട് റേഷ്യോ ഈസ് ടു റെസ്റ്റ് റേഷ്യോ. അതാണ് ബിഗിനേഴ്സിന് 20 സെക്കൻഡ് വർക്കൗട്ട്, 20 സെക്കൻഡ് റെസ്റ്റ്. ഇൻ്റർമീഡിയറ്റ്സിന് 30 സെക്കൻഡ് വർക്ക്, 30 സെക്കൻഡ് റെസ്റ്റ്. അഡ്വാൻസ്ഡ് എലൈറ്റ് അത്ലറ്റ്സിന് 40 സെക്കൻഡ് വർക്കൗട്ട്, 20 സെക്കൻഡ് റെസ്റ്റ്. ഇതായിരിക്കണം ഏതാണ്ട് അതിൻ്റെ ഒരു രൂപരേഖ. ആൻഡ് സർക്യൂട്ട്സ്, ബിഗിനർ 2 സർക്യൂട്ട്സ്, ഇൻ്റർമീഡിയറ്റ്സ് 3 സർക്യൂട്ട്, അഡ്വാൻസ്ഡ് അത്ലറ്റ്സ് 4 മുതൽ 6 വരെ സർക്യൂട്ട് കൊടുക്കാം. എക്സാമ്പിള് സ്റ്റേഷൻ 1 ബർഫി, സ്റ്റേഷൻ 2 പുഷപ്പ്, സ്റ്റേഷൻ 3 സ്ക്വാട്ട്സ്, സ്റ്റേഷൻ 4 സിറ്റപ്സ്, സ്റ്റേഷൻ 5 സിറ്റപ്സ്,
സ്റ്റേഷൻ 6 ഷട്ടിൽ റൺ. ഇങ്ങനെ നമുക്ക് സർക്യൂട്ട് ട്രെയിനിങ്ങിൻ്റെ എക്സാമ്പിൾസ് ഫിക്സ് ചെയ്യാം. അഡ്വാൻസ്ഡ് സർക്യൂട്ട് ട്രെയിനിങ് മെത്തേഡ്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. ടൈം ബേസ്ഡ് സർക്യൂട്ട്, അതായത് 30 സെക്കൻഡ് വർക്കൗട്ട് 30 സെക്കൻഡ് റെസ്റ്റ്. അടുത്തത് റിപ്പീറ്റേഷൻ ബേസ്ഡ് സർക്യൂട്ട്, ദാറ്റ് ഈസ് 20 റെപ്സ് 15 റെപ്സ് 10 റെപ്സ് ആ രീതിയിൽ. ഇൻ്റർവെൽ സർക്യൂട്ട്, ഹൈ ഇൻറ്റൻസിറ്റി റിക്കവറി ഹൈ ഇൻറ്റൻസിറ്റി, ഇതായിരിക്കണം അതിൻ്റെ ഒരു സർക്യൂട്ടിൻ്റെ മെത്തേഡ്. സ്പോർട്സ് സ്പെസിഫിക് സർക്യൂട്ട് ഉണ്ട്, സ്പ്രിൻ്റർ, ഡിസ്റ്റൻസ് റണ്ണർ, ഫുട്ബോളർ, ബാസ്കറ്റ് ബോൾ, ത്രോവേഴ്സ്. ഓരോ സ്പോർട്സിനും വ്യത്യസ്ത സർക്യൂട്ടുകൾ വേണം ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓരോ സ്പോർട്സിനും വ്യത്യസ്ത സർക്യൂട്ടുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രോഗ്രസീവ് സർക്യൂട്ട് ആയിരിക്കണം. വീക്ക് 1 20 സെക്കൻഡ്, വീക്ക് 2 30 സെക്കൻഡ്, വീക്ക് 3 40 സെക്കൻഡ് എന്നിങ്ങനെ പ്രോഗ്രസീവ് ഓവർലോഡ് കൂടി നമുക്ക് സർക്യൂട്ട് ട്രെയിനിങ്ങിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഓരോ കോച്ചസിനും സാധിക്കണം. സർക്യൂട്ട് ട്രെയിനിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ എക്യുപ്മെൻറ്റ്സ് ആവശ്യമായേക്കാം, ചില സമയങ്ങളിൽ സ്പേസ് കൃത്യമായി വേണ്ടി വന്നേക്കാം, തെറ്റായ പ്രോഗ്രാം ഇഞ്ചുറിക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ മസിൽ മാസ് ലക്ഷ്യമാണെങ്കിൽ ബോഡി ബിൽഡിംഗ് സ്പ്ലിറ്റ് പ്രോഗ്രാം കൂടുതൽ ഫലപ്രദമായേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ സർക്യൂട്ട് ട്രെയിനിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഉറപ്പായും നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയണമല്ലോ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സമയം ലാഭിക്കാം, ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാം, സ്ട്രെങ്ത് പ്ലസ് എൻഡ്യൂറൻസ് ഒരുമിച്ച് ചെയ്യാം, ഫാറ്റ് ലോസ് സംഭവിക്കും, സ്പോർട്സ് പെർഫോമൻസ് കൂടും, ഫൺ ട്രെയിനിങ് ആയിട്ട് നമുക്കിത് ചെയ്ത് തീർക്കാം. ഗ്രൂപ്പ് ട്രെയിനിങ്ങിന് അനുയോജ്യമായിട്ടൊരു മെത്തേഡാണ്. ബിഗിനർ മുതൽ എലൈറ്റ് അത്ലറ്റിന് വരെ ഉപയോഗിക്കാവുന്ന രീതി കൂടിയാണ്. സോ സർക്യൂട്ട് ട്രെയിനിങ് എന്നത് വെറും എക്സസൈസുകളുടെ ഒരു കൂട്ടമല്ല. ശരിയായ രീതിയിൽ പ്രോഗ്രാം ചെയ്താൽ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ഫാറ്റ് ലോസ്, അത്ലറ്റിക് പെർഫോമൻസ് എന്നിവയെ ഒരുമിച്ച് ഉയർത്താൻ കഴിയുന്ന ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡിൽ ഒന്നാണ്. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിനും ഫിറ്റ്നസ് ലെവലിനും അനുസരിച്ച് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് വിജയത്തിൻ്റെ രഹസ്യം. ഈ വിഷയം അത്ലറ്റിക്സിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്ലറ്റിക്സ് എന്ന് കമൻറ്റ് ചെയ്യൂ. എൻ്റെ പേര് ജിജോ ജെയിംസ്. അടുത്തൊരു സയൻറ്റിഫിക് അത്ലറ്റിക് വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. ഡു സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഡു വാച്ചിങ്.